സാർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ പുതിയ ഉത്തരവുകളിലൂടെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ വിസ്മയമായി മാറുകയാണ്. അദ്ദേഹം ചുമതലയേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ എടുത്ത തീരുമാനങ്ങളിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് 3000 രൂപ അവർക്ക് കൂട്ടിക്കൊടുത്തു. കൂടാതെ അംഗൻവാടി ടീച്ചേഴ്സിനും പാചക തൊഴിലാളികൾക്കും 1000 രൂപ വെച്ച് കൊടുത്തു. അതിന് തൊട്ട് പിറകെ തന്നെ നവകേരള യാത്രയിൽ കരിങ്കുടി കാണിച്ച് ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കുടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തല്ലിച്ചതച്ച കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഒരു തുടരന്വേഷണം, അത്തരം കാര്യങ്ങൾ പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിർണായകമായ ഒരു ഉത്തരവ് കൂടി പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ. അതായത് സാധാരണഗതിയിൽ പുതിയ പുതിയ മന്ത്രിസഭകൾ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്ന രീതിയിൽ ചുരുങ്ങിയത് ഒരു മന്ത്രിക്ക് 20-21 പേരെങ്കിലും നിയമിതരാകും. 2.5 വർഷക്കാലം കഴിയുമ്പോൾ അടുത്ത ഒരു ബാച്ച് വീണ്ടും ഈ പഴയ ബാച്ചിനെ മാറ്റി പുതിയ ബാച്ച് കയറും. ഫലത്തിൽ ഒരു മന്ത്രിസഭയുടെ കാലത്ത് എല്ലാ മന്ത്രിമാർക്കും കൂടി ഏതാണ്ട് ഒരു 400 ശിഷ്ടം പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടാവും. 2 വർഷം കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കെല്ലാം ആജീവനാന്ത പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകും എന്നുള്ളതാണ്. ഇവിടെ ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പഠിക്കുകയും വീണ്ടും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ജോലി കിട്ടാതെ നടക്കുന്നു. PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് പോലും ജോലി കിട്ടുന്നില്ല. ഈ ഒരു അവസരത്തിലാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി 2 വർഷം പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ആജീവനാന്ത പെൻഷനും. ഇത് ശരിക്കു പറഞ്ഞ വെള്ളാനകളുടെ നാടായി ചിത്രീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവ വികാസത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്നെത്തിച്ചു. വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം ഒരു മന്ത്രിക്ക് കൂടി വന്ന 2 പേഴ്സണൽ സ്റ്റാഫിന് മാത്രമേ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലാകട്ടെ അത് 20 മുതൽ 21 വരെയാണ്. ഈ ഒരു കെടുകാര്യസ്ഥതയ്ക്കാണ് ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കൃത്യമായൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് 4 വർഷം പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും ഇവർക്ക് പെൻഷൻ അനുവദിക്കുന്ന വിഷയമില്ല, അത് ലഭ്യമല്ല എന്ന നിർണായകമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. വളരെ രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിക്കാൻ പോരുന്ന ഈ ഒരു ഉത്തരവ് ഇറക്കിയതിലൂടെ വി.ഡി. സതീശൻ വീണ്ടും ചങ്കുറ്റമുള്ള നട്ടലുള്ള നേതാവാണ്, നട്ടലുള്ള ഭരണസാരഥിയാണ്, നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. വളരെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഈ തീരുമാനം എങ്ങനെയാണ് കേരളത്തിൽ പ്രതിഫലിക്കുക? സാറിന്റെ അഭിപ്രായം? അതായത് കഴിഞ്ഞ കുറേ കാലമായി ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് 2.5 കൊല്ലക്കാലം പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുക, എന്നിട്ട് പെൻഷൻ ഉറപ്പുവരുത്തുക. പെൻഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടിയിലെ അടുത്ത ഗ്യാങ്ങിനെ അവർ നിയമിക്കും. അങ്ങനെ 5 വർഷം ആകുമ്പോഴേക്ക് 2 ഗ്യാങ്ങുകൾ 21 പേര് വർക്ക് ചെയ്യും, അവർ പിരിയും, വീണ്ടും 21 പേരെ കൂടി നിയമിക്കും. പ്രധാനപ്പെട്ട ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും മാറ്റി പുതിയ ആൾക്കാരെ സ്ഥാപിക്കുന്നത് ഇവർക്ക് രാഷ്ട്രീയത്തിൽ ഫ്രീ ആയിട്ട് കാലാകാലങ്ങളിൽ പെൻഷൻ കിട്ടിക്കൊണ്ട് ഒരു പണിയെടുക്കാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പെൻഷൻ വാങ്ങാം എന്ന് ഉറപ്പ് വരുത്താനാണ്. ഇവരുടെ ആവറേജ് ശമ്പളം 20 മുതൽ 30, 40, 50 ഒക്കെ വരുന്ന ശമ്പളമുണ്ട്. അതിന്റെ ആനുപാതികമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നത് ഇത് ഖജനാവിലെ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണെന്നും പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന നികുതി പണം അടയ്ക്കുന്നതാണ് ഈ ദുരുപയോഗം ചെയ്യുന്നതെന്നും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭരണാധികാരികൾ, മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തത്. അതിനൊരു അറുതി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മൾക്ക് ആദ്യം തന്നെ വി.ഡി. സതീശൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഓണറേറിയം കൂട്ടി, അത് മാന്യമായി കൂട്ടേണ്ടതാണ്. 3000 രൂപ കൂട്ടിയപ്പോൾ അതേപോലെ പാചക തൊഴിലാളികൾ കൂട്ടി, ആയമാർക്കും അതേപോലെ പ്രീപ്രൈമറി ടീച്ചർമാർക്ക്, അതായത് താഴേക്കിടെയുള്ള ടീച്ചർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക് 1000 രൂപ വീതം കൂട്ടി. ഇവരൊക്കെ ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുന്ന, ഒരു ജോലിക്ക് പോകണം എന്നുള്ളത് മാത്രം പോകുന്ന ആളുകളായിരുന്നു. അവർക്ക് മാന്യമായ തൊഴിൽ വരുമാനം കിട്ടിയിരുന്നില്ല. അതായത് ഒരു ദിവസം 300 രൂപ പോലും വരുമാനമില്ലാത്ത ആളുകളായിരുന്നു ആശാ വർക്കർമാർ. അതിപ്പോൾ 400 രൂപ ഒരു ദിവസം എന്നുള്ള നിലയിലേക്ക് മാറ്റി. ഒരു ദിവസം 700 രൂപ കിട്ടാതെ
ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്ത് അവർ സുസ്ഥിരമായി വർക്ക് ചെയ്ത ശേഷം അവർക്ക് തെരഞ്ഞു പോയതിന് ഒരു 5 പൈസ വരുമാനമില്ലാത്ത സ്ഥലത്താണ് അദ്ദേഹം കയറിപ്പാടെ ആശാവർക്ക് 260 ദിവസം സമരം നടത്തിയിരുന്ന ആശാവർക്കർക്ക് നീതി നടപ്പിലാക്കിയത്. ഇതേപോലെ തന്നെയാണ് നമ്മളെ സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് ചെലവാക്കിയിരുന്നത്. അത് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ സ്വപ്ന പദ്ധതി എടുത്തെറിയുകയാണ് അദ്ദേഹം ചെയ്തത്. സാറേ, അത് ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഈ മഞ്ഞക്കുറ്റി നാട്ടുന്നതിനും അതിന്റെ ഓഫീസുകൾ തുറക്കുന്നതിനും മറ്റുമായിട്ട് ഏതാണ്ട് 79 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചതെന്ന് പറയുമ്പോൾ എത്രത്തോളം ധൂർത്താണ് അതിൽ നടന്നിരിക്കുന്നത് കൂടി നമ്മൾ കാണാതെ പോകരുത്. അതായത് 79 കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയല്ല. സാധാരണക്കാരന് ഒരു 300 രൂപ സാലറി കൊടുക്കാൻ പോലും പിണറായി വിജയൻ വിമുഖത കാണിച്ചപ്പോൾ 79 കോടി രൂപ ചെലവഴിച്ച ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു. അതിൽ 10-25,000 കോടി രൂപ കമ്മീഷൻ പിടിച്ചു പറ്റുകയായിരുന്നു പിണറായി വിജയന്റെ ഉദ്ദേശം. ഈ പദ്ധതി വരുന്നതല്ല, ഇത് വരണം. എങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണം തന്നെ പിണറായി വിജയൻ മരിച്ച ശേഷം മാത്രമേ അത്തരം പദ്ധതിയായിട്ട് വരാൻ പറ്റുള്ളൂ. കാരണം ഒരു 10 വർഷമെങ്കിലും എടുക്കും. ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേ 10 വർഷമായിട്ട് പണി പൂർത്തിയായിട്ടില്ല. അതിനർത്ഥം പിണറായി വിജയൻ ഉടനെ മരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ 10 വർഷം അദ്ദേഹത്തിന് 90 വയസ്സ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന കഴിഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ പദ്ധതിയുടെ കിടപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാവുക. സർ, കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഇത്തരം ഒരു പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എഞ്ചിനീയർമാർ എല്ലാവരും സാക്ഷി ചെയ്യുന്നത്. 2025 ഇത് പൂർത്തിയായിരിക്കും എന്നൊക്കെ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരത്തെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രായോഗികമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്. അതിനിടയിലാണ് ജനത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതായത് ഞാനും സാറും റേഷൻ വാങ്ങിക്കുമ്പോൾ പോലും കൊടുക്കുന്ന ആ പണത്തിൽ നിന്ന് കണ്ടെത്തുന്ന നികുതി പണം കൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അതായത് സാധാരണക്കാരന് ഇപ്പൊ അംഗൻവാടി ടീച്ചേഴ്സിന് ഉൾപ്പെടെ അവരുടെ ഓണറേറിയം 100 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാനുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ അനാമത്തായിട്ടുള്ള ധൂർത്തുകൾ നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയല്ലേ. പിണറായി വിജയൻ ധൂർത്ത് നടത്തിയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്കറിയാം. ക്ലിഫ് ഹൗസിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്വിമ്മിംഗ് പൂൾ പണിയാൻ 25 ലക്ഷം, പശുത്തൊഴിലിന് 50 ലക്ഷം, ലിഫ്റ്റ് വെക്കാൻ പശുത്തൊഴുത്തുനിന്ന് എടുത്തു AC പശുത്തൊഴുത്തും മ്യൂസിക്കും, അതേപോലെ ലിഫ്റ്റ് വെക്കാൻ മുകളിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് വെക്കാൻ 25 ലക്ഷം. അങ്ങനെ ആഡംബര ധൂർത്തിന്റെ പര്യായമായിരുന്നു പിണറായി വിജയൻ. ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭരണത്തിൽ വന്നു അവരുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന ശേഷം ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് ആണ് കഴിഞ്ഞ ഗവൺമെന്റ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്, കുപ്രസിദ്ധി കൊണ്ട്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിഷ്കാരങ്ങളെല്ലാം മാറ്റി 41 വണ്ടി അകമ്പടിയോടെ സേവിക്കുന്ന ഇപ്പോൾ പോലീസ് വണ്ടി ഇല്ല എന്നുള്ളതാണ് ആദ്യത്തത്. ജനങ്ങളെ അത് അറപ്പും വെറുപ്പോട് കൂടിയിട്ടാണ് കാണുന്നതെന്ന് കൃത്യമായി അറിയുന്ന VD സതീശൻ ജനങ്ങളെ ബന്ദിയാക്കുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു. അതാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഡിസിഷൻ. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഡിസിഷൻ, സ്വന്തം പാർട്ടി നേതാക്കന്മാർ മന്ത്രിമാരായി ചമഞ്ഞുകൂടിയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി വേണ്ട, അതൊരു തട്ടിപ്പാണ്, ആ തട്ടിപ്പെടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം സ്വന്തം മന്ത്രിമാരുടെ ചിലപ്പോൾ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ധീരമായ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. അതിനെ എത്രമാത്രം മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ സമയം കൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് വർഷങ്ങൾ പഠിച്ച പോലെയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം എല്ലാം കണ്ട് പഠിച്ച് പ്രാക്ടിക്കലായിട്ട് അതിനൊരു സൊല്യൂഷൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സാർ ഈ പറഞ്ഞതാണ് അതിന്റെ പ്രധാന പോയിന്റ്. കാരണം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഭരണപരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ചർച്ചകൾ കേരളത്തിലെ എമ്പാടും ഉയർന്നതാണ്. AICCയിലും ഹൈക്കമാൻഡിലും എല്ലാം ഈ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശൻ അക്ഷരാർത്ഥത്തിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം
പരിണിതപ്രജ്ഞനായ, സാറ് പറഞ്ഞതുപോലെ പരിണിതപ്രജ്ഞനായ ഒരു ഭരണാധികാരിയുടെ പാടവത്തോടു കൂടിയുള്ള വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തത്. പാർട്ടിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിക്കാരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ജയ് വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഒക്കെ വേണ്ടി നടക്കുന്ന ആളുകളെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി എടുത്തുകൊണ്ട് 2.5 വർഷം കൂടുമ്പോൾ ഓരോ ബാച്ചിനെ മാറ്റി അവർക്കെല്ലാം ഈ പെൻഷൻ ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരെ പാർട്ടിയുടെ സജീവ ഘടകങ്ങളായി മാറ്റി നിർത്തുന്ന ആ ഒരു പ്രവർത്തന ശൈലി വി ഡി സതീശൻ ധൈര്യപൂർവ്വം ഉപേക്ഷിച്ചിരിക്കുന്നു. 4 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ പെൻഷൻ കൊടുക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇരിക്കുന്ന മരത്തിന്റെ ആ കമ്പ് മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനങ്ങൾ പോകുന്നത്. ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന ഈ തീരുമാനം തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ എടുത്തിരിക്കുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന, ശ്വാസം മുട്ടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തീരുമാനമാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന തീരുമാനം പ്രധാനമായിട്ട് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പാവപ്പെട്ടവർക്ക് ഒരു മടിയും കൂടാതെ അദ്ദേഹം കൃത്യമായി വേണ്ടത് ചെയ്യുമ്പോൾ അനർഹമായി ഇത്തരത്തിൽ പൈസ വാങ്ങിക്കൂട്ടുന്ന ഇത്തരം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു താവളമാണ് ഈ മന്ത്രിമാരുടെ ഓഫീസും അതിലെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അതിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാം ഓഫീസ്. അവിടെ 20-21 പേരെ നിയമിച്ച് അവിടെ 2.5 വർഷം ജോലി ചെയ്താൽ പെൻഷൻ കിട്ടുക എന്നുള്ളത് ലോകത്തിലെവിടെയും ഇല്ലാത്ത ഒരു സംഭവമാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. എന്നിട്ട് അടുത്ത ബാച്ചിന് അതേപോലെ പെൻഷൻ ഉറപ്പ് വരുത്തുന്നു. ഇത്തരം ആളുകൾ കാലാകാലമായി രാഷ്ട്രീയ പ്രവർത്തനമായി കഴിഞ്ഞുകൂടുന്നു. അവർ ജോലിക്കും പോവില്ല. ഇത്തരം വളഞ്ഞ വഴി കൂടെ പണം ഉണ്ടാക്കാനല്ല പണി. സ്വന്തം പാർട്ടിക്ക് നേതാക്കന്മാർക്കും അല്ലെ പാർട്ടിയിലെ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇതൊരു നിയമപരമായിട്ട് നിലനിൽക്കാത്ത, ഒരു സദാചാര മൂല്യമില്ലാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത്. അത് എടുത്തു കളഞ്ഞതിനെ പൂർണ്ണമായി ജനങ്ങൾ പിന്തുണയ്ക്കണം. ജനകീയമായ നടപടികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂറും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുകയാണ് വി ഡി സതീശനെ കേരളത്തെ പൂർണ്ണമായി മാറ്റി പുതിയൊരു സംസ്കാരവും ഒരു വികസനവും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നായകനാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്.